ഹായ്. ഇന്നിപ്പോൾ ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമായിട്ട് നമ്മുടെ കൈയുടെ വണ്ണം ഉണ്ടല്ലോ, വണ്ണം വെച്ചാൽ നമുക്കിങ്ങനെ തൂങ്ങൽ പോലെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ അവിടുത്തെ കൊഴുപ്പിറങ്ങിയിട്ട് ഇങ്ങനെ തൂങ്ങൽ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒത്തിരി പ്രശ്നം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇറക്കം കുറഞ്ഞ് ബ്ലൗസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ തൂങ്ങലുണ്ടാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു വർക്കൗട്ടാണ്. അതിപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങളിതിനെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വർക്കൗട്ട്. കാരണം ഞാനിത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയെന്ന് എനിക്ക് 100% ഉറപ്പുള്ള ഒരു വർക്കൗട്ട് കൊണ്ടുതന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ അത് ഒരു 3 കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. കാരണം ഞാൻ പേഴ്സണലി ഞാൻ അത് ആണ് ചെയ്യുന്നത് എൻ്റെ കൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ആക്കുന്നത്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് കൈയുടെ വണ്ണം. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഡമ്പലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഡമ്പൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്, ഇപ്പോൾ ഡമ്പൽ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക കേട്ടോ, വെള്ളം നിറച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 1 kg വെയിറ്റ് വരുന്ന എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. പക്ഷേ 1 kg നമ്മൾ ഫസ്റ്റ് ടൈം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ 1 kg തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ 1 kg കുറഞ്ഞെടുക്കാൻ നോക്കണ്ട. അപ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇതേ കണക്ക് നന്നായിട്ട് ഇങ്ങനെ മുറുക്കി മുകളിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുറുക്കി പിടിച്ച് നല്ല ബലത്തോടു കൂടി ഇങ്ങനെ മുകളിലേക്ക്. അതുകൊണ്ട് ബലത്തോട് വെച്ചാൽ നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും ബലം പിടിച്ചാലാക്കി കൈ മുകളിലേക്ക് പൊങ്ങും. 1 kg തുടക്കത്തിൽ നമുക്ക് ഇച്ചിരി ഈസിയായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ഒരു ബലം കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു 10 വെച്ചിട്ട് അപ്പുറം മാറി മാറി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 10 എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ കയ്യിലും 10 കൊടുക്കുക. അങ്ങനെ മാറി മാറി 10. അപ്പോൾ ഒരു കയ്യിൽ എത്ര എടുക്കും അതിന് അപ്പുറം കൊടുക്കുക. അങ്ങനെ മാറി മാറി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 20-30 നിർത്താനും നോക്കണ്ട. മാക്സിമം നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചിലപ്പോൾ ഞാനിത് 2 ഡമ്പലുണ്ട്, 2 കൂടെ ഒരുമിച്ചായിരിക്കും ഞാൻ ചെയ്യലുണ്ടാവും കേട്ടോ. ഒരു ഡമ്പൽ വെച്ച് ആയിരിക്കില്ല, ചിലപ്പോൾ 2 വശം കൂടെ ചെയ്യാറുണ്ട്. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ ആ തൂങ്ങലുണ്ടല്ലോ, നല്ല രീതിയിൽ ടൈറ്റ് അവിടുത്തെ മസിൽ കേട്ടോ, അത് ഉറപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നവർക്ക് മസിലൊന്നും കൊണ്ട് ഇറങ്ങുമൊന്നുമില്ല. എങ്കിൽ പിന്നെ എനിക്കൊക്കെ മസിൽ വരേണ്ടതാണല്ലോ. അങ്ങനെ മസിൽ എന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം വെയിറ്റ് കൂട്ടിയല്ല ചെയ്യുന്നത്. ഈ അത്രത്തോളം വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റൊക്കെ അത്രയും കൂട്ടുമ്പോഴാണ് അവിടെ മസിലുണ്ട്. നമുക്കിപ്പോൾ മസിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ തൂങ്ങലൊന്ന് ടൈറ്റാക്കി എടുക്കുക. ഒത്തിരി തൂങ്ങലുണ്ടാവും ആൾക്കാർക്ക്, അതൊന്ന് ടൈറ്റാക്കി എടുക്കുക. അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ 1 kg എടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഈ 2 ഡമ്പൽ വെച്ചിട്ടിങ്ങനെ ഒരുമിച്ചാണ് ചെയ്യാറ് കേട്ടോ. 2 കൈയിലും കൂടെ ഒരുമിച്ച് ചെയ്യും ഇങ്ങനെ. അപ്പോൾ നമുക്കിനി 2ആയിട്ട് മാറ്റിയെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ബോട്ടിൽ എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഇത് കണക്ക് എങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം, ഇപ്പോൾ ഇത് 1 kg ഇപ്പോൾ 2 kg രണ്ടും കൂടെ അത്യാവശ്യം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വെയിറ്റ് തോന്നുള്ളൂ കേട്ടോ. ഒരു 1 kg എടുത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് വെയിറ്റ് തോന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു 1 kg കൂടുതൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നിങ്ങൾക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ബോട്ടിൽ എടുക്കുക. ഡമ്പലുള്ളവർക്ക് ഡമ്പൽ യൂസ് ആക്കാം. ഇത് കണക്ക് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്തിട്ട് കേട്ടോ, ഇത് കണക്ക് ഇങ്ങനെ ചെയ്യുക കേട്ടോ, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോഴല്ലോ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു എന്താണ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ നമ്മളിത് എടുക്കുമ്പോൾ. നമ്മൾ കൈക്കാണ് ചെയ്യുന്നതെങ്കിലും വയറിൻ്റെ അവിടെയൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് എത്ര വട്ടമാണോ ചെയ്യാൻ പറ്റുക വെച്ചാൽ അപ്പോൾ ഗ്യാപ്പിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒറ്റ അടിക്കൊരു 50 അങ്ങ് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് കൈ കഴിച്ച് പിന്നെ നമുക്ക് ചെയ്യാനേ തോന്നില്ല. എല്ലാവർക്കും പറ്റുന്നൊരു പറ്റണം, നമ്മൾ ചെയ്യാനേ തോന്നില്ല പിന്നെ. അപ്പോൾ അങ്ങനെയല്ല, 10 വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്കൊന്നും തോന്നില്ല കേട്ടോ. 2 കൈ വെച്ചിട്ട് നമ്മൾ ഈ 1 kg ഇങ്ങനെ 2 കൈയും കൂടെ നമ്മൾ യൂസ് ആക്കുന്നതുകൊണ്ട് ആ വെയിറ്റ് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല. അപ്പോൾ ഞാനതുകൊണ്ട് 2 കൂടെ ഒരുമിച്ചാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ 2 kg വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 2 kg ഉള്ള എടുക്കുക, അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ള മറ്റെന്തെങ്കിലും സാധനം എടുക്കുക, അല്ലെങ്കിൽ 2 ബോട്ടിൽ യൂസ് ആക്കി എടുക്കുക കേട്ടോ. പക്ഷേ വെയിറ്റ് സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കില്ല. വെയിറ്റുള്ള എന്ത് സാധനം നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെയിറ്റ് നമുക്ക് കയ്യിലാ വെയിറ്റ് വേണമെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് ഞാൻ അത്രത്തോളം ചെയ്യാറില്ല. ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ചെയ്തു പോകുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ, ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാറുണ്ട്. പേഴ്സണലി ഞാൻ ഇതിങ്ങനെ അധികം ചെയ്യാറില്ല. ഞാനിപ്പോൾ ആദ്യം കാണിച്ചിട്ടുണ്ടോ ഞാൻ ഒരുപാട് ചെയ്യാറുള്ളത് കേട്ടോ. ഇതും മറ്റ് മുകളിലേക്ക് കൊടുക്കുന്നതാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് പറയുക. പിന്നെ നിങ്ങളൊരു 1 month ചെയ്തതിന് ശേഷം എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. മറ്റേത് 3ാമത് ചെയ്തില്ലെങ്കിൽ ഈ ആദ്യത്തെ 2 നിങ്ങളൊന്ന് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരുപാട് ഒരു 50 വെച്ചിട്ടൊക്കെ അങ്ങ് ചെയ്തോളൂ.
നല്ല ചേഞ്ച് ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു 1 മന്ത് കറക്റ്റ് ചെയ്ത് പോയിട്ട് 1 മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം, അതായത് ഒത്തിരി അധികം ഇങ്ങനെ ഫാറ്റ് തൂങ്ങി കിടക്കുന്നവർക്ക് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഫാറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മറ്റുള്ളവർക്ക് കുറച്ച് അതനുസരിച്ച് ഇപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് റിസൾട്ട് നേരത്തെ ഉണ്ടാകുന്നതും ലേറ്റായി ഉണ്ടാകുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലതായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദം തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.